ഹലോ! ഇന്നൊരു തലമുടി വെട്ടൽ പരിപാടിയാണ്. എൻ്റെ തലമുടി ഞാൻ തന്നെയാണ് വെട്ടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയ്ക്കുള്ള തലമുടി നല്ല ചുരുണ്ട മുടിയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ മക്കൾ രണ്ടുപേരായപ്പോഴും അമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ടെൻഷനായിരുന്നു. നമ്മുടെ മുടിയും അമ്മയുടെ മുടി പോലെ ചുരുണ്ട മുടിയായിരിക്കുമെന്ന്. നിർഭാഗ്യവശാൽ അതുപോലെ തന്നെ ചുരുണ്ട മുടിയാണ് വന്നത് കേട്ടോ. പക്ഷേ അമ്മയുടെ അത്രയും തലമുടിക്ക് ചുരുക്കം നമ്മുടെ മുടിക്ക് ഇല്ലായിരുന്നേ. നല്ലൊരു കുറച്ചും കൂടി ഒരു മയം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ മുടിക്ക്. എങ്കിലും എൻ്റെ വീട്ടുകാർ മിക്കപ്പോഴും മുടി ഒന്ന് വളർന്നു വരുമ്പോഴേ ഞങ്ങളെ കൊണ്ടുപോയി മുട്ടയടിക്കുമായിരുന്നു കേട്ടോ. കാരണം അടുത്ത വരുന്ന മുടി നല്ല കമ്പി മുടിയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഓരോ തവണ നമുക്ക് മുടി വളരുമ്പോഴും അവരെ പ്രതീക്ഷകളും എല്ലാം തകർത്തുകൊണ്ട് ഞങ്ങൾക്ക് ചുരുണ്ട മുടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ വീണ്ടും ഞങ്ങളെ കൊണ്ടുപോയി മുട്ടയടിക്കും. അങ്ങനെ മുട്ടയടിച്ച് പോകുമ്പോൾ എൻ്റെ അനിയത്തി അതിൽ നിന്ന് ആദ്യമേ ഒഴിവാക്കിയിരുന്നു കേട്ടോ. പക്ഷേ പിന്നെയുള്ള നേർച്ചക്കോഴി ഞാനായിരുന്നു. എൻ്റെ മുടി സ്ഥിരം ഇവർ മുട്ടയടിക്കായിരുന്നു കേട്ടോ. അവസാനം ഞാൻ കാല് പിടിച്ച് കരച്ചിൽ തൊഴുവലും ഒക്കെ ആയി കേട്ടോ. അങ്ങനെ അവസാനം എൻ്റെ വീട്ടുകാർ ആ ദൗത്യം ഒഴിവാക്കി കേട്ടോ. ഇനി വളരുന്നത് എന്താണോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അങ്ങനെ വീട്ടുകാരുടെ പ്രതീക്ഷയെല്ലാം തല്ലി തകർത്തുകൊണ്ട് ഞങ്ങൾക്ക് വന്നതും ഇങ്ങനത്തെ കേളി ഹെയർ തന്നെയായിരുന്നു കേട്ടോ. എങ്കിലും അമ്മയുടെ അത്രയും നല്ല ചുരുൾച്ചയോ നല്ലൊരു മയം ഉണ്ടായിരുന്നു കുറച്ചും കൂടി മുടിക്ക്. അപ്പോൾ അത് നല്ല തിക്കുള്ള മുടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് മുടിയെല്ലാം കൊഴിഞ്ഞു. മുടി കൊഴിഞ്ഞു പോയപ്പോൾ ഉള്ള മുടിക്ക് നീളം വെച്ച് കേട്ടോ. എങ്കിലും ഈ മുടി എപ്പോൾ വേണമെങ്കിലും വീണ്ടും തൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ മുടി ഇങ്ങനെ സൈഡല്ല സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡും പിന്നെ ഇട്ടിട്ട് മുടീൻ്റെ ഓരോ ഭാഗമായിട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയണേ. അങ്ങനെ കട്ട് ചെയ്തിട്ട് അലോവേര ജെല്ല് എടുത്ത് തേക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ തലമുടി കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ തലമുടിയിൽ ഞാൻ വേറെ ആരെയും തൊടാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കേളി ഹെയർ ആയതുകൊണ്ട് ഇതിൻ്റെ ലെവൽ അത്ര പുറത്തറിയാനും കഴിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ടാറ്റാ.